നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. കോർ കമ്മിറ്റി ചേരുന്നില്ല എന്നും ആരോപണങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നും ഒരു വിഭാഗം നേതാക്കൾ പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാന അധ്യക്ഷൻ യോഗം വിളിച്ചത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് നടന്നില്ലെന്നാണ് നേതൃയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. ടി.വി. പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ടി.വി. പ്രസാദ്, ഈ മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി നേതൃയോഗം വിളിച്ചതൊക്കെ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ പ്രധാനമായിട്ട് ഇതിൽ കറങ്ങി നിൽക്കുകയാണ് ബി.ജെ.പി. എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയം എങ്ങനെയായിരിക്കും ചർച്ചയിൽ വരിക? ശ്രുതി ഷിഹാസ്, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത്. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഫണ്ട് തട്ടിപ്പ് ബി.ജെ.പിയിൽ നടന്നിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ച് വലിയ ചർച്ചയും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം മുതിർന്ന നേതാക്കളെ, അതായത് നേരത്തെ പരിചയസമ്പന്നരായ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നേതൃയോഗമായിരുന്നു വിളിച്ചു ചേർത്തത്. ആ ഘട്ടത്തിലും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പും ബി.ജെ.പിയിൽ നടന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ബി.ജെ.പി നേതൃത്വത്തിലെ തന്നെ വലിയ വിഭാഗത്തിന് ഇതിൽ അമർഷമുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ രീതികളോട് എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം ഏറെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഫണ്ട് തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ വാഗ്വാദം യോഗത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ഫണ്ട് തട്ടിപ്പൊന്നും നടന്നില്ല എന്ന പുറത്ത് പറഞ്ഞ അതേ നിലപാട് യോഗത്തിൽ ആവർത്തിക്കാനായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അതിരൂക്ഷമായ വാഗ്വാദങ്ങളും ചർച്ചകളും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങളാണ് ഏറെ നിർണായകമാകാൻ പോകുന്നതും. ഷിഹാസ്, ശ്രുതി. തീർച്ചയായിട്ടും ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.